ഓം ഹ്രീം സുബ്രഹ്മണ്യായ നമ. അങ്ങനെ ഷഷ്ടി ആഗതമായിരിക്കുകയാണ്. ഈ ഷഷ്ടി ദിവസത്തിൽ നമ്മൾ വ്രതം എടുക്കാറുണ്ട്, ക്ഷേത്രത്തിൽ പോകാറുണ്ട്, ചില മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്, ചിലർ ചില ക്രിയകളൊക്കെ ചെയ്യാറുണ്ട് പൂജ പദ്ധതിയുമായി ബന്ധപ്പെട്ട. എന്നാൽ ഇതിനോട് ചേർന്ന ആചാര പദ്ധതികൾ വളരെ വിപുലമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും മറ്റ് നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലും ഷഷ്ടിയോടനുബന്ധിച്ച് അവരുടെ പൂജാമുറിയിൽ, അവരുടെ മന്ദിറിൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഏതെങ്കിലും സ്ഥാനത്ത് അവർ ചെയ്യുന്ന ഒരു ക്രിയയുണ്ട്. അവരുടെ നാളകളെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ, അവരുടെ ദുഃഖങ്ങളെ എരിച്ചു കളയാൻ, അവരുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന് വെറും 3 കാര്യങ്ങളെ ആവശ്യമുള്ളൂ. നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്തോ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. തമിഴ് പക്ഷത്തുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ അവർക്കറിയാം, അവരിൽ പലരും ഈ ഒരു കർമ്മം ചെയ്യാറുണ്ട്. ഷഷ്ടി ദിവസം രാവിലെയാണ് ഇത് ചെയ്യാറുള്ളത്. വളരെ വിപുലമായിട്ടുള്ള കാര്യമാണ്. വൈകുന്നേരം ചെയ്താലും തെറ്റില്ല, വളരെ ലളിതവുമാണ് കാര്യം. പക്ഷെ നമ്മള് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട്, സന്താനപരമായിട്ടുള്ള പ്രയാസമുണ്ട്, നമ്മുടെ ഭൗതിക ദുഃഖങ്ങൾ എന്താവട്ടെ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ ഗുണകരമായിട്ടുള്ള കാര്യം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതേക്കുറിച്ച് പറയാം. ഇതൊരിക്കലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ പ്രയോജനപ്രദമാകുമല്ലോ. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക സവിശേഷകരമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുക. അപ്പോൾ ഷഷ്ടി ദിവസം, ഈ വർഷം 27-ാം തീയതി തിങ്കളാഴ്ചയാണ് ഷഷ്ടി വരുന്നത്. അപ്പൊ ആ ദിവസം രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. തമിഴ്നാടൻ പക്ഷങ്ങളിൽ കാണപ്പെടുന്നത് പോലെയുള്ള വൈശിഷ്ട്യമായിട്ടുള്ള കുറെ സാധന സാമഗ്രികളൊക്കെ നിരത്തി രാവിലെ മുതലേ പൂജാ പ്രാർത്ഥനകളൊക്കെ നടത്തി ആ ഒരു തരത്തിലാണ് അവർ ഈ ക്രിയ ചെയ്യാറുള്ളത്. അതിന് കുറെ സാമ്പത്തികപരമായിട്ടുള്ള ചെലവ് അവിടെ വരും. ഞാൻ അതിനെ ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ കേരളീയമായ പക്ഷത്തിൽ ചെയ്യുന്ന രീതിയെ പറഞ്ഞുതരാം. അതിന് വേണ്ടത്, നമുക്ക് ചെറിയൊരു വെള്ള തുണി, കോടി തുണി, അല്ലെങ്കിൽ ചെറിയൊരു ലേസിന്റെ വലിപ്പത്തിലുള്ള ഒരു വെളുത്ത തുണി നമുക്ക് വേണം. 11 ഒറ്റ രൂപ നാണയം വേണം. ഒരു മഞ്ഞൾ കഷ്ണം വേണം. മഞ്ഞൾ പൊടി പോലെ ഒരു മഞ്ഞൾ കിഴങ്ങാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കഷ്ണം കിട്ടുമല്ലോ, മഞ്ഞൾ കഷ്ണം, അതൊന്ന് വേണം. പിന്നെ ഒരു പേപ്പറും ഒരു പേനയും വേണം. അതൊരു മന്ത്രം ജപിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ, നമ്മുടെ വിളക്കിന്റെ മുമ്പിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അവിടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്ത് ഒരു മുരുകന്റെ ചിത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഒരു പക്ഷെ മുരുകന്റെ ചിത്രം ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഷഷ്ടി ദിവസം മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യാം. പക്ഷേ ഇത് 41 ദിവസമെങ്കിലും അവിടെ ഇരിക്കണം. അപ്പൊ ഇതിന്റെ രീതി എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു 11 ഒറ്റ രൂപ നാണയം എടുക്കണം. എന്നിട്ട് ഒരു മഞ്ഞൾ കൂടി എടുക്കണം. അതിനെ രണ്ടും കൂട്ടിക്കെട്ടണം. ഒരു കിഴി പോലെ ഇതിനെ കൂട്ടിക്കെട്ടി വെക്കണം. എന്നിട്ടൊരു പേപ്പറും പേനയും എടുത്തിട്ട് ഇനി പറയുന്ന മന്ത്രം നിങ്ങൾ എഴുതണം. മന്ത്രം ഞാൻ എഴുതി കാണിക്കാം. ഓം ശരവണദേവായ നമഃ. മമ, പിന്നെ ഒരു ഡേഷ് ഉണ്ടല്ലോ, ദുഃഖം നിവാരണമിതം ഹ്രീം നമ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ മമ എന്ന് എഴുതിയിട്ട് ഒരു ഡേഷ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പ്രാരാബ്ധ ദുഃഖം എന്ന് വേണമെങ്കിൽ എഴുതാം. അതായത് നമ്മുടെ കടബാധ്യതകളും മറ്റ് പ്രാരാബ്ധങ്ങൾ. ഇനി സന്താന ദുഃഖം എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് തൊഴിൽ ദുഃഖം എന്ന് നമുക്ക് എഴുതാം. അല്ല, രോഗം ആണ് ഒരാൾക്ക് ഉള്ളെങ്കിൽ രോഗ ദുരിതാദി ദുഃഖം എന്ന് നമുക്ക് എഴുതാം. ഇനി എന്തൊക്കെയാണ് ദുഃഖം എന്നുള്ളത് നിങ്ങളുടേതായ ഒരു ഭാഷയിൽ അവിടെ നിങ്ങൾക്ക് ഇനി നേടിയെടുക്കാൻ അതൊരു ദുഃഖമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. ഇതുവരെയ്ക്കും നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതിയിട്ട് ഈ മന്ത്രം ജപിക്കാം. ആദ്യം നമ്മൾ ഇത് നോക്കി 3 വട്ടം ജപിക്കണം. എന്നിട്ട് ഈ പേപ്പറിൽ 8 വട്ടം താഴേക്ക് എഴുതണം. ആദ്യം 1 വട്ടം എഴുതിയതിന് ശേഷം 3 വട്ടം നമ്മൾ ജപിക്കണം. പിന്നെ തുടർന്ന് 8 വട്ടം കീഴ്പോട്ട് എഴുതണം. ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ
ഈ മന്ത്രത്തെ അവിടെ എഴുതി അവിടെ തൊട്ട് മുമ്പ് മമ എന്ന് എഴുതിയ ഭാഗത്ത് നിങ്ങളുടെ എന്താണ് വിഷയം എന്നുള്ളത് അവിടെ എഴുതി ആ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ദുഃഖം നിവാരണമിതം ഹ്രീം നമ എന്നാണത് പൂർത്തീകരിക്കപ്പെടുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് 3 വട്ടം വായിക്കും. വായിച്ചതിന് ശേഷം ഇപ്പോൾ 1 കഴിഞ്ഞു, പിന്നെ 7 വട്ടം കീഴ്പോട്ട് എഴുതി, അങ്ങനെ മൊത്തത്തിൽ 8 വട്ടം എഴുതിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്തോ അല്ലെങ്കിൽ പൂജാമുറിയാണെങ്കിലോ അവിടെ ഒരു എന്തെങ്കിലും വെറും നിലത്ത് വയ്ക്കരുത്. അവിടെ ഒരു പലക ഉണ്ടെങ്കിൽ പലക, ഒരു ചെറിയ പാത്രം ഉണ്ടെങ്കിൽ പാത്രം, ഏതിലെങ്കിലും ഒന്നിൽ ഈ പേപ്പർ ഇങ്ങനെ മടക്കി അവിടെ വയ്ക്കുക. മടക്കി വെക്കണം കേട്ടോ, ചെറുതായിട്ട് മടക്കി അങ്ങ് വയ്ക്കുക. ഒരു പേപ്പർ ആണെങ്കിൽ 4 മടക്കി നമുക്ക്. അതിൻ്റെ പുറത്ത് 11 ഒറ്റ രൂപ നാണയം മഞ്ഞളും ചേർത്ത് നമ്മൾ കിഴികെട്ടി വെച്ചിട്ടില്ല, അതുകൂടി എൻ്റെ പുറത്ത് വയ്ക്കുക. ഇങ്ങനെ 41 ദിവസം അതവിടെ ഇരിക്കട്ടെ. ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് വിളക്ക് തെളിയിക്കാനൊന്നും പറ്റാതെ പോയേക്കാം, അതൊന്നും കാര്യമില്ല. ഈ ഷഷ്ടി തൊട്ട് 41 ദിവസം അത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കിഴി എടുത്തുകൊണ്ടുപോയി അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ ഇടുക. നിങ്ങൾ എഴുതി വെച്ച ആ പേപ്പർ ഉണ്ടല്ലോ, അത് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി വിടുക. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അധികം വൈകാതെ അടുത്ത ഷഷ്ടിക്ക് മുമ്പ് തന്നെ മാറിക്കിട്ടും എന്നാണ് തമിഴ് വംശജരായിട്ടുള്ള ഭക്തർ വിശ്വസിക്കുന്നത്. പലർക്കും ഇത് ചെയ്തിട്ട് എനിക്കറിയാവുന്ന കഴിഞ്ഞ വർഷം വീടുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ആള് വീട് വെക്കാൻ നോക്കിയിട്ട് എങ്ങനെ നോക്കിയാലും നടക്കുന്നില്ല, തടസ്സമായി. അപ്പൊ ആ വ്യക്തി എഴുതിയത് മമ ഗൃഹദുഃഖം നിവാരണമിതം ഹ്രീം നമ എന്നാണ് എഴുതി വെച്ചത്. അതിൽ പുള്ളിക്കാരന് വലിയൊരു വിശ്വാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത്രയും നാളും സാങ്ഷൻ ആയിരുന്ന ലോണ് ഓക്കെ ആയി. പിന്നീട് കാര്യങ്ങളെല്ലാം ഈ ഷഷ്ടിയോട് കൂടി വെടിപ്പായി. ഇനിയിപ്പം വൃശ്ചിക മാസത്തിലെങ്ങാണ്ടാണ് പാല് കാഴ്ച വെച്ചിരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മംഗളകരമായിട്ട് വരുന്നുണ്ട്. അതിലൊരു ഭക്തി നമ്മൾ പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറെ ഉത്തമം. ഞാൻ പറഞ്ഞില്ല, മറ്റേ ആളിന് അത്ര വിശ്വാസം പോലും ഇല്ലായിരുന്നിട്ട് പോലും അദ്ദേഹം ചെയ്ത ഭക്തിയോട് കൂടിയായിരുന്നു. അതിൻ്റെതായ പുണ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഭക്തിപ്രസനം ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇത്രയും നാൾ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ മുരുക ഭഗവാനായിട്ട് സാധിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പലയിടത്തും വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടത്തി വരുന്ന ഒരു ആചാര പദ്ധതിയാണല്ലോ. നമുക്കും കൂടെ ഇതെന്ന് അനുവർത്തിച്ചു പോകാം. നമ്മൾ പലതരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.